ഹായ് ഗൈസ്, അപ്പോൾ നമുക്കിത് റാണി റെഡ് എന്ന് പറയുന്ന ലോട്ടസിനെ പരിചയപ്പെടാം കേട്ടോ. റാണി റെഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ലോട്ടസിലെ ഒരു റാണി എന്നൊക്കെ അറിയപ്പെടുന്ന ഒരു ലോട്ടസാണ്. പേര് പോലെ തന്നെ നല്ല റെഡ് കളറാണ് കേട്ടോ. മറ്റ് ലോട്ടസിനെ അപേക്ഷിച്ച് കുറച്ചും കൂടി റെഡ് കളർ കൂടുതലായിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. കളറ് മറ്റേ ലോട്ടസിനൊക്കെ ഒരു പിങ്ക് ഷെയ്ഡ് വരുന്നുണ്ട്, പക്ഷേ ഇത് കട്ട റെഡ് കളറാണ്. പിന്നെയെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത്യാവശ്യം നല്ല വലിപ്പത്തിൽ നമ്മൾ രണ്ട് കൈയിലും ഒതുങ്ങുന്ന ഒരു ടൈപ്പ് ലോട്ടസാണ്. അത്രയും സൈസ് ഉണ്ട്. നമ്മൾ എത്ര സ്പേസാണോ ഇതിന് കൊടുക്കുന്നത് അത്രയും വലിയ ഫ്ലവർ നമുക്ക് ഇതിൽ നിന്ന് കിട്ടും. പിന്നെയെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്കിതിൽ ഫസ്റ്റ് സ്റ്റാൻഡിങ് ലീഫ് തന്നെ ബഡ് വന്നിട്ടുണ്ടായിരുന്നു. വെച്ച് ഒരു 1 മന്തൊക്കെ ആകുമ്പോഴത്തേക്കും നമുക്ക് ഫ്ലവർ ബഡ് തരുന്നൊരു വെറൈറ്റിയാണ് റാണി റെഡ് എന്ന് പറയുന്നത്. ഇതേ കണക്കാണ് ഇതിൻ്റെ ഒരു ബഡ് ഇരിക്കുക. ഇപ്പോൾ തന്നെ ഉണ്ടല്ലോ ഒരു ഫ്ലവർ വിരിഞ്ഞിട്ടുണ്ട്, അടുത്ത ബഡ് വരുന്നുണ്ട്. ഇനി സ്റ്റാൻഡിങ് ലീഫ് വരുമ്പോൾ ബഡ് വരും. അങ്ങനത്തെ ഒരു വെറൈറ്റിയാണ്. ഒരു ഓവൽ ഷേപ്പിലാണ് ഇതിൻ്റെ ഒരു ബഡ് വരുന്നത്. അത്യാവശ്യം നല്ലൊരു റെഡ് കളർ ആയതുകൊണ്ട് തന്നെ ഒരു വയലറ്റ് കളർ മിക്സ് ചെയ്തിട്ടാണ് ഇതിൻ്റെ ഒരു ബഡ് വരുന്നത്. പിന്നെ നല്ല ഭംഗിയാണ് പെറ്റൽസ് കാണാനായിട്ടൊക്കെ. ഇതൊരു ഫസ്റ്റ് ഞാൻ വിരിയിപ്പിച്ച അന്നുള്ളൊരു ഫ്ലവറാണ് കേട്ടോ. ഇത് 2 ദിവസം കഴിയുമ്പോൾ ഇതിൻ്റെ ഷേപ്പ് വേറെ രീതിയിലേക്ക് മാറും. ഇത് ഓരോ സമയത്ത് വിരിയുമ്പോഴും ഓരോ ഷേപ്പിലാണ് ഇത് വിരിയുന്നത് എന്നുള്ളതാണ്. നമുക്ക് വേറെ ലോട്ടസാണെന്ന് വരെ തോന്നിപ്പോകുന്ന രീതിയിലാണ് ഇതിന് ഓരോ സമയത്ത് ഓരോ ഷേപ്പ് എനിക്ക് തോന്നിയിട്ടുണ്ട്. ഞാൻ കാണിച്ചു തരാം കേട്ടോ. വേറെ പിക്കുകൾ ഞാൻ ഓരോ സമയത്ത് വിരിപ്പിച്ചപ്പോൾ ഓരോ ലുക്കായിരുന്നു ഇതിന്. പിന്നെയെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല ഹൈറ്റിൽ പോയിട്ട് ഫ്ലവർ ചെയ്യുന്ന വെറൈറ്റിയാണ് നമ്മൾ കൊടുക്കുന്നത്. ഞാനിപ്പോൾ സാധാ ഒരു ബേസനിലാണ് വെച്ചേക്കുന്നത്. എന്നിട്ട് തന്നെ ഇത്രയും വലിയ ഫ്ലവർ എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത്യാവശ്യം വലിയ സ്പേസ് കൊടുക്കുകയാണെങ്കിൽ നല്ല സ്പേസിൽ നല്ല സൈസിൽ നമുക്ക് ഫ്ലവർ കിട്ടുമെന്നാണ് എനിക്ക് തോന്നിയേക്കുന്നത്. പിന്നെ സീഡ് പോഡ് നല്ല യെല്ലോ കളറിലാണ് ഇതിൻ്റെ ഉള്ളത്. പിന്നെ എനിക്ക് ഇതിൽ ഒരു സീഡൊന്നും ഇതുവരെ കിട്ടിയിട്ടില്ല കേട്ടോ. വേറെ ആർക്കെങ്കിലും കിട്ടിയിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല, പക്ഷേ എനിക്കിതുവരെ ഇതിന് സീഡൊന്നും കിട്ടിയിട്ടില്ല. അങ്ങനെയാണുള്ളത്. പിന്നെ അത് കണ്ടില്ലേ, ഇതാണ് കഴിഞ്ഞ പ്രാവശ്യം ഇപ്പോഴത്തെ ഫ്ലവറുള്ളത് കഴിഞ്ഞ പ്രാവശ്യം വിരിയിപ്പിച്ച ഫ്ലവറാണ്. അതിൽ നിന്ന് ഭയങ്കര വ്യത്യസ്തമായൊരു ഫ്ലവർ പോലെയാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. വേറൊരു ഷേപ്പായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു. നല്ല സുന്ദരിയാണ്, നല്ല ഭംഗി. അതിൻ്റെ ലോട്ടസിലെ ഫസ്റ്റ് കളക്ഷനായിരുന്നു റാണി റെഡ് എന്ന് പറയുന്നത്. ഞാൻ ആദ്യമായിട്ടൊരു ഫ്ലവർ താമരപ്പൂ തൊട്ടത് റാണി റെഡിൻ്റെ ലോട്ടസാണ്. നമ്മളിപ്പോൾ ഒരു ലോട്ടസ് വാങ്ങണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് ട്രൈ ചെയ്യാൻ പറ്റിയിട്ടുള്ളൊരു വെറൈറ്റിയാണ്. നമ്മൾ നിരാശപ്പെടുത്തില്ല എന്തായാലും. ഫസ്റ്റ് സ്റ്റാൻഡിങ് ഇതാണ് ഞാൻ ഫസ്റ്റ് തന്നെ എനിക്ക് വിരിഞ്ഞ ഫ്ലവറാണ് കേട്ടോ. ഇപ്പോൾ ഇതേ കാണുന്നത് ഇത് വേറൊരു ഷേപ്പിലാണ് വന്നേക്കുന്നത്. ഇതായിരുന്നു ഫസ്റ്റ് ഫ്ലവർ എനിക്ക്. അപ്പോൾ എല്ലാവർക്കും വാങ്ങി വെക്കാവുന്ന വെറൈറ്റിയാണ് റാണി റെഡ്. ഞാനിത് ജനുവരി ഒരു 16th നടന്നത്. എനിക്ക് കറക്റ്റ് ഫെബ്രുവരി ഒരു 50 ആയപ്പോഴത്തേക്കും ബഡ് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഒരു മാസത്തിനുള്ളിൽ തന്നെ നമുക്ക് ബഡ് വരുന്നൊരു വെറൈറ്റിയാണ് റാണി റെഡ്. അപ്പോൾ എല്ലാവരും വാങ്ങി വെച്ചോളൂ റാണി റെഡിനെ.